ഹലോ. ഇന്ന് നമ്മളൊരു വിളവെടുപ്പിന് വീഡിയോ ആയിട്ടാണ് ട്ടോ വന്നത്. നമ്മൾ എത്രയോ തവണ ഇതിൽ നിന്നൊക്കെ വിളവെടുത്തതാണ്. പക്ഷേ ഒറ്റ സമയത്തും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇന്നെന്തായാലും ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചാണ് ട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഇതാ വഴുതനാണ് ട്ടോ. വഴുതനാണ് എടുക്കുന്നത്. അപ്പം ഇത് ചെറിയൊരു തൈയാണെങ്കിലും ഇഷ്ടംപോലെ വഴുതന ഉണ്ടാകുന്നുണ്ട് ട്ടോ. കഴിഞ്ഞ ആഴ്ചയും ഞാൻ ഒരുപാട് വഴുതന അതിന്മേൽ പൊട്ടിച്ചാണ്. അപ്പോൾ വെണ്ടത എന്നും പറിക്കാനുണ്ടാവലുണ്ട്. ഇന്നത്തെ മാത്രം കേട്ടോ ഇത്. നമ്മളൊരു 5-6 മൂട് വെണ്ടയും വഴുതനയൊക്കെ വെക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ളത് വീട്ടിൽ നിന്ന് തന്നെ എടുക്കാനുണ്ടാവും കേട്ടോ. നമുക്ക് വാങ്ങേണ്ട ആവശ്യം ഉണ്ടാവില്ല. നമ്മൾ ഒരു ദിവസം വെണ്ട വെക്കുകയാണെങ്കിൽ ഒരു ദിവസം വഴുതന, അങ്ങനെ മാറി മാറിയല്ലേ നമ്മൾ വെക്കുക. അപ്പോൾ എന്നും ഉപയോഗിക്കാനുണ്ടാവും കേട്ടോ. എനിക്ക് ഏതായാലും അങ്ങനെ ഉപയോഗിക്കാനുണ്ട്. ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കിയതിന് ശേഷം കടയിൽ നിന്ന് അങ്ങനെ വാങ്ങാറില്ല. പിന്നെ ഇതൊക്കെ പൂവിട്ട് ഓരോ കായ്കൾ ഉണ്ടാകുമ്പോൾ മനസ്സിന് നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ. അപ്പോൾ 2 കാര്യമുണ്ട്. ഒന്ന്, പൈസ കൊടുക്കാണ്ട് നമ്മളെ ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം കിട്ടുകയും ചെയ്യും, പച്ചക്കറി കിട്ടുകയും ചെയ്യും. അതേപോലെ മനസ്സിന് സന്തോഷവും. 2 കാര്യമാണ്. പിന്നെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതും നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതും തമ്മിൽ നല്ല മാറ്റമുണ്ട് കേട്ടോ. അത് ഉപയോഗിച്ച് നോക്കിയാലേ മനസ്സിലാവും. വെണ്ടയൊക്കെ നല്ല ഇളം പ്രായത്തിൽ തന്നെ പറിച്ച് നമുക്ക് വെക്കുകയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അതേപോലെ ഒരു ഉപ്പേരിക്കുള്ള ചീരയുണ്ട് കേട്ടോ. പച്ച ചീരയുണ്ട്, ചുവന്ന ചീരയുണ്ട്. ഞാനിവിടെ എൻ്റെ അടുക്കളത്തോട്ടത്തിൽ 4 തരം ചീരകൾ വളർത്തുന്നുണ്ട് കേട്ടോ. അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഇന്ന് കിട്ടിയ പച്ചക്കറികൾ. ഇതാ കണ്ടോ, ഒരു ദിവസത്തേക്കുള്ളതല്ല ഇത്. നമുക്ക് ചെറിയൊരു കുടുംബത്തിന് 2 ദിവസത്തേക്കുള്ള ഉപ്പേരിയും ഒക്കെ ഉണ്ട്. പടവല ഇത് ഞാൻ ടെറസിൻ്റെ മുകളിൽ നിന്ന് പറിച്ചതാട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ഓക്കെ, ബൈ.